എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഇതിൽ കയറി പറ്റിച്ച് നിങ്ങൾ പറ്റിപ്പോയാവല്ലേ. ഇത് അഭിനയമോ കൊട്ടേഷനോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ? ഒരു മുട്ടായി, ഒരു 22 മുട്ടായി ഇവിടെ കൊണ്ടു തന്നു. അത് അത്രയും കൂടെ എന്റെ അനിയൻ പറക്കി വെച്ച് തിന്ന് അവന് ചൂട് കയറി. പിന്നെ അവൻ ആശുപത്രിയിൽ ഓട്ടവും ജ്യൂസ് അടിച്ച് ഒടിയായിരുന്നു. ബോച്ചേട്ടി അടിച്ചാൽ ഫിറ്റ് ആകുമോ? അതെന്താ, ഞാൻ ചായയിൽ ചാരായം ചേർത്തിട്ടാണോ വിൽക്കുന്നത്? ബോച്ചേവിൻ ടിക്കറ്റിലൂടെ 25 കോടി ബമ്പർ സമ്മാനം. ദിവസേന നറുക്കെടുപ്പിലൂടെ അനേകം പേർക്ക് ക്യാഷ് പ്രൈസുകൾ. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? MBA പഠിക്കുന്ന മക്കൾക്കൊക്കെ കാശുണ്ടാക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഞാൻ തരാം. ഡോണ്ട് മിസ് ഇറ്റ്. ഓഫീസറിന്റെ ബിസിനസ് എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇതുപോലെ കുറെ ചേച്ചിമാര് വരും, രഞ്ജും അങ്ങനെ സമീല എന്നൊക്കെ പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ വരും. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഇതിൽ കയറി പറ്റിച്ച് നിങ്ങൾ പറ്റിപ്പോയാവല്ലേ. നിങ്ങൾക്ക് കുടുംബം നോക്കണമെന്നുള്ളവരും രക്ഷപ്പെടണമെന്നുള്ളവരാണെങ്കിൽ ഇത് നിർത്തലാക്കണം. സാധനങ്ങൾ വാങ്ങി നഷ്ടം വന്നു, അതിൽ സഹോദരിക്ക് വിഷമമുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ അതിൽ കൂടുതൽ കേരള ജനത ഈ സാധനങ്ങൾ വാങ്ങി നഷ്ടം വരരുത് അവർക്ക്, അല്ലെങ്കിൽ സഹോദരി നിങ്ങളെക്കാൾ കൂടുതൽ കേരള ജനതയെ മൊത്തം സ്നേഹിക്കുന്നു, അവരെ കരുതുന്നു എന്നറിയുമ്പോൾ, ആ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സത്യത്തില് എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനം തോന്നി. സഹോദരി പറയുന്നത് ഫിജിക്കാട്ട് എന്ന് പറയുന്ന ബിസിനസ് തന്നെ നിർത്തണം എന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു കറക്ഷനുണ്ട്. എത്രയോ ആയിരക്കണക്കിന് പേര് മാസം 50 ലക്ഷം, 25 ലക്ഷം, 5 ലക്ഷം, 1 ലക്ഷം എന്നിങ്ങനെ എത്രയോ സമ്പാദിക്കുന്നു. എന്റെ ഈ കൈകൊണ്ട് തന്നെ എത്രയോ പേർക്ക് എത്ര കോടി രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. 250 കോടി രൂപയോളം ഞാൻ ഈ അഫിലിയേറ്റ്സിന് പേ ചെയ്തിട്ടുണ്ട്. എത്ര കുടുംബം കാറും വീടും സൗകര്യങ്ങളായിട്ട് ജീവിക്കുന്നു. അതൊക്കെ കാണാതെ പോവാൻ പറ്റുമോ? സഹോദരി അത് ബിസിനസ് പഠിച്ച് ഫോളോ അപ്പ് ചെയ്ത് വിജയം വരെ ആത്മവിശ്വാസത്തിൽ പോയിട്ടുണ്ടാവില്ല. അതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണമായിരിക്കാം. ആയിരിക്കുമെന്ന് ഞാൻ ഇപ്പൊ പോകുന്നില്ല. പിന്നെ ഫിജി കാട്ടുന്നല്ല, ആരും തന്നെ വന്നാലും നിങ്ങൾക്കൊരു സാധനം വേണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാതിരിക്കാലോ. അതിപ്പോ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം ഇല്ലേ, വാങ്ങണോ വാങ്ങണ്ടേ എന്നൊക്കെ. എന്തായാലും മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതല്, അവർക്ക് വേണ്ടിയിട്ടുള്ള വിഷമവും നിങ്ങളുടെ ആ കരച്ചില്, മരിച്ച വീട്ടിൽ പോലും ഇത്രയും വലിയ കരച്ചിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് വിഷമിച്ച് കരയുന്ന ആ കരച്ചില് കണ്ടപ്പോ അത്, പക്ഷെ എന്താ പറയാ, അത് കാണുന്നവര് പോലും കരഞ്ഞു പോകും. അത് എന്റെ പേര് പ്രേമയാണ്. ഞാൻ ഒരു ചതിയിൽ ഇപ്പൊ പെട്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ 2-3 ചേച്ചിമാര് ഒരു വന്നിട്ട് ഇപ്പൊ ഒരു 1-2 വർഷത്തിൽ കൂടുതലാകും. അവര് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, ഫിജി കാട്ടെന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, അതിൽ കയറിയ എനിക്ക് രക്ഷപ്പെടാടി, കഷ്ടതയും ദാരിദ്ര്യവും ഒക്കെ മാറുന്നുണ്ട്. സഹോദരി തന്നെ പറയുന്നു, 1.5-2 വർഷം മുമ്പാണ് ഫിജി കാട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിയത്. പക്ഷെ ഒരു ചാനലിനെ വിളിച്ച് വരുത്തി ഇങ്ങനെയൊക്കെ പറയുമ്പോ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. കാരണം ഇത്രയും കാലമായിട്ട് ഈ ജ്യൂസ് കുടിച്ചില്ല, ഇതൊന്നും ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോ ഇതൊക്കെ എടുത്തു കാണിക്കുന്നതൊക്കെ കാലി ചെപ്പുകളും കുപ്പികളുമാണോ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഒരു പക്ഷേ സഹോദരി സത്യസന്ധമായിട്ടായിരിക്കാം ഇതൊക്കെ പറയുന്നത്. ഈ ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈ കൂട്ടത്തില് എന്റെ വക കുറച്ച് മാർക്കറ്റിങ്ങും സെയിൽസ് അങ്ങോട്ട് കയറിപ്പോട്ടെ. എന്ത് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് ആക്കി മാറ്റുക, അതാണ് എന്റെ ഒരു രീതി. തീർന്നില്ലേ? ജസ്റ്റ് പേ AD5. Bochevin, be a millionaire. Bochevin tickets. Daily cash prize, daily many winners. Bochetti. ഈ ഓരോ ബോച്ചേറ്റി ബോക്സ് നിങ്ങൾ വാങ്ങുമ്പോഴും ഓരോ ബോച്ചെവിൻ റാഫിൾ ഡ്രോ ടിക്കറ്റ് ലഭിക്കുമ്പോഴും ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. യുവർ ടീ പർച്ചേസ് സപ്പോർട്ട്സ് ചാരിറ്റി. ഈച്ച് സിപ്പ് ഹെൽപ്സ് ദ പുവർ പീപ്പിൾ. നിങ്ങൾ ഓരോ സിപ്പ് എടുക്കുമ്പോഴും പാവപ്പെട്ടവരുടെ ഓരോ തുള്ളി
കണ്ണുനീരാണ് ഒക്കുന്നത്. ഞാൻ ഒരാഴ്ചയായിട്ട് ദുബായിലാണ്. ബോച്ചെ ടീയും ബോച്ചെ വിൻ ടിക്കറ്റും 4 ദിവസം മുമ്പ് ഇവിടെ ലോഞ്ച് ചെയ്തു. ഭയങ്കരമായ വൈറലായി പോയത്. 5 ദർഹത്തിന് ഒരു ബോക്സ് ബോച്ചെ ടീ വാങ്ങുമ്പോൾ ഒരു ബോച്ചെ വിൻ റാഫൽ ഡ്രോ ടിക്കറ്റ് സൗജന്യമായി അതിനൊപ്പം ലഭ്യമാക്കും. ദിവസേന ഒരുപാട് പേർക്ക് ക്യാഷ് പ്രൈസുകളാണ്. ബമ്പർ പ്രൈസ് 25 കോടി രൂപയാണ്. ഈ 4 ദിവസം കൊണ്ട് തന്നെ എത്രയോ ആയിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസുകൾ അടിച്ചു. അപ്പോ ഇവിടെ ഒരു ദുഷ്പ്രചരണം ദുബായിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് എത്തിയോ എന്നറിയില്ല. ബോച്ചെ ടീ കഴിച്ചാൽ ഫിറ്റ് ആകും എന്നൊക്കെ പറഞ്ഞ് കുപ്രചരണം പലതും ദുബായിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇതിൽ കഞ്ചാവോ ചാരായോ ഒന്നും ചേർത്തിട്ടുണ്ടാക്കുന്നതല്ല. ഇത് ബോച്ചെ 1000 ഏക്കറിലുള്ള ചായപ്പൊടിയും വിയറ്റ്നാം, ആഫ്രിക്ക എന്ന പല രാജ്യത്തുള്ള ചായപ്പൊടിയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇഫക്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു സ്പെഷ്യൽ പവർ ഉണ്ടാവുമല്ലോ, വേണ്ടേ? എല്ലാം ഒരുപോലെയായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ പലരും പലതും പറയും. നിങ്ങൾ കുടിച്ചു നോക്കുക. ഇതിന്റെ മണം അഡിക്റ്റ് ആവാം എന്നതുകൊണ്ട് കഞ്ചാവ് ചേർത്തു എന്ന് അർത്ഥമില്ല. ബോച്ചെ വിൻ ടിക്കറ്റ് 25 കോടി അടിച്ചേക്കാം, ദിവസേന സമ്മാനങ്ങൾ ലഭിച്ചേക്കാം, ഒരുപാട് ക്യാഷ് പ്രൈസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. എന്നിട്ട് ഈ കുപ്രചരണം വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദുബായില് മായം ചേർത്ത സാധനമൊന്നും വിൽക്കാൻ പറ്റില്ല എന്ന് വിവരമുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ ഇതിനൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് വിൽക്കാൻ പറ്റുള്ളൂ. പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുമ്പോൾ ഒരുപാട് പുതിയ പുതിയ ശത്രുക്കളൊക്കെ ഉണ്ടാവും. ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ മുമ്പും ജനങ്ങൾ ഒരുപാട് കണ്ടതാണ്. അതൊക്കെ അവർക്ക് മനസ്സിലാവും. ഈ ബോച്ചെ ടീയുടെ മണം അഡിക്റ്റ് ആവും എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷെ എന്നതുകൊണ്ട് ഞാൻ ഇതിൽ കഞ്ചാവൊന്നും ചേർത്തിട്ടില്ല. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 25 കോടി രൂപ ബമ്പർ പ്രൈസ്, ദിവസേന നറുക്കെടുപ്പ്, ഒരുപാട് പേർക്ക് ദിവസേന ക്യാഷ് പ്രൈസുകൾ. ബോച്ചെ വിൻ ടിക്കറ്റ് ലഭിക്കാൻ www.bochewin.ae വിസിറ്റ് ചെയ്യാവുന്നതാണ്. UAE-യിൽ ഓൺലൈൻ വഴി ബോച്ചെ ടീയും ബോച്ചെ വിൻ ടിക്കറ്റും ലഭ്യമാണ്. കൂടാതെ ജബലലി ഇൻഡസ്ട്രിയൽ ഏരിയ 1-ൽ ഉള്ള ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലും കരാമ ജ്വല്ലറി ഷോറൂമിലും ലഭ്യമാണ്. ഫെബ്രുവരി അവസാനത്തിൽ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഓൺലൈൻ വഴി നിങ്ങൾക്ക് ബോച്ചെ വിൻ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. ഫെബ്രുവരി അവസാനത്തോടുകൂടി UAE-യിൽ 4500ഓളം സൂപ്പർ മാർക്കറ്റിലൂടെ നേരിട്ട് ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. മാർച്ച് അവസാനത്തിൽ ഇന്ത്യയിലുടനീളം സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും ഓൺലൈനായും ഓഫ്ലൈനായും ബോച്ചെ വിൻ ടിക്കറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഒരു മുട്ടായി, ഒരു 22 മുട്ടായി ഇവിടെ കൊണ്ടു തന്നു. അത് അത്രയും കൂടെ എന്റെ അനിയൻ പറക്കി വെച്ച് തിന്ന് അവന് ചൂട് കയറി. പിന്നെ അവൻ ആശുപത്രിയിൽ ഓട്ടവും ജ്യൂസ് അടിച്ച് ഓടിയായിരുന്നു. മിഠായി തിന്ന് ചൂട് കയറി ഹോസ്പിറ്റലിലേക്ക് ഓടി ദേഹസകലം ചൊറി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനും കൂട്ടുകാരിയും ഈ മിഠായി ഒരുപാട് തിന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ചൂട് കയറാറുണ്ട്, ചൊറിച്ചിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ ദേഹാസകലം അങ്ങനെ ചൊറിയൊന്നും പിടിച്ചതായിട്ടില്ല. അതെന്തോ ഇനി വല്ല അലർജിയുടെ മറ്റു അസുഖമായിരിക്കുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് കുടുംബം നോക്കണമെന്നുള്ളവരും രക്ഷപ്പെടണം എന്നുള്ളവരാണെങ്കിൽ ഇത് നിർത്തലാക്കണം നിങ്ങൾ. കാരണം ഇത് സാർ അറിഞ്ഞുകൊണ്ടവിടെ അറിയാതെ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സാറിന്റെ പേരും പറഞ്ഞാൽ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ പറ്റിച്ചു. ഫിജി കാട്ടിൽ വന്ന് ചേർന്നത് കൊണ്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് കൊണ്ടോ ഉടൻ
കോടീശ്വരനാകുമെന്ന് വിചാരിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ബിസിനസ്സിന് അതിൻ്റെതായ ഒരു എത്തിക്സും പോളിസിയും ഒക്കെ ഉണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കണം. അത് നമ്മൾ വിജയിക്കുന്നത് വരെ നല്ല ക്ഷമയോടുകൂടെ അറ്റം കാണുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെയുള്ളവരെ ബിസിനസ്സുകാരാവുള്ളൂ. അല്ലാണ്ട് വന്ന ഒരു മാസം കഴിയുമ്പോൾ അവന് 50 ലക്ഷം കിട്ടി, 1 കോടി കിട്ടി, എനിക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കയറി വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ട് ഒരു ബിസിനസ്സുകാരനായതല്ല. അപ്പോ സത്യസന്ധമായി ഫോളോ അപ്പോടുകൂടെ 100% കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അത് നേടുന്നത് വരെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. സത്യമുള്ളവർ എന്നും നിലനിൽക്കും. അതിനെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ട്രെയിൻ പോകുമ്പോൾ പട്ടി ചിന്തിക്കുന്നത് പട്ടി കുരയ്ക്കുന്നത് കൊണ്ടാണ് ട്രെയിൻ പോകുന്നത് എന്ന്. പക്ഷേ പട്ടി കുരച്ചാലും കുരച്ചില്ലെങ്കിലും ട്രെയിൻ അത് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ബിസിനസ് ഒരു ആർട്ടാണ്. ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് കാണണം. ബിസിനസ്സിൽ വൈരാഗ്യം ഉണ്ടാവരുത്. ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം. ഫിജി കാട്ടിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു പാർട്ട്ണർ 8 കോടി രൂപ തിരിമറി നടത്തി അദ്ദേഹത്തിനെ ഞാൻ പുറത്താക്കി. അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പല സ്റ്റാഫുകളിൽ 4-5 പേരെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോയി. അതിൽ 2 പേര് അത് മതിയായിട്ട് തിരിച്ചു വന്നു. ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പേരോ ഇപ്പൊ തുടങ്ങിയ പുതിയ കമ്പനിയുടെ ബ്രാൻഡ് നെയിമോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എനിക്ക് സിമ്പിളായിട്ട് ഇവിടെ പറയാം. പക്ഷെ ഞാൻ അത് തന്നെ ചെയ്താൽ പിന്നെ ഞാൻ ആരായി? ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ കണ്ട പോലെ ഇതിന് എതിരായി ഇതേ നാണയത്തിൽ ഒരു തിരിച്ചടി കൊടുത്താൽ ഞാനും അദ്ദേഹം തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? എന്നെ സംബന്ധിച്ച് എന്റെ ഫേസ്ബുക്കിൽ 24 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ആയിട്ട് 70 ലക്ഷത്തോളം പേരുണ്ട്. എനിക്കിത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4 കോടി ജനങ്ങളിൽ ഇദ്ദേഹം നടത്തിയ തിരിമറി ആ രേഖകളൊക്കെ ഇവിടെ സൂം ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിക്കാനും അദ്ദേഹം ഇപ്പൊ തുടങ്ങി വെച്ച ബിസിനസ് തകർക്കാനൊക്കെ നിമിഷങ്ങൾ മതി. കാരണം കള്ളന്മാരുടെ കൂടെ ആരും കൂടാറില്ല. പക്ഷേ ഞാൻ വൈരാഗ്യമല്ല അവിടെ കാണിച്ചത്. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്റെ 8 കോടി രൂപ തിരിച്ചു തരുക, എനിക്ക് നിങ്ങളോട് വൈരാഗ്യമില്ല, ഞാൻ ക്ഷമിക്കാം എന്നാണ് പറഞ്ഞത്. അവിടെ ക്ഷമയാണ് വേണ്ടത്. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് അവിടെ വൈരാഗ്യവും തല്ലും കൊട്ടേഷനും ഉണ്ടായിസും ഒക്കെ കാണിച്ച് ചോരപ്പുഴയൊഴുക്കി സമാധാനമില്ലാതെ ജീവിച്ചിട്ട് ഈ ഉണ്ടാക്കിയ കാശിനൊക്കെ എന്ത് ഫലമാണുള്ളത്? നമ്മൾ സുഖിക്കണം, സന്തോഷിക്കണം, സമാധാനം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ക്ഷമിച്ചു. പക്ഷേ എനിക്ക് തരാമെന്ന് പറഞ്ഞ ഡേറ്റിൽ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അല്പം കടുപ്പിച്ച് പറയേണ്ടി വന്നു എന്നത് വാസ്തവമാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇതും. മക്കളെ, നിങ്ങളൊക്കെ പഠിച്ചോ. ബിസിനസ്സിൽ വൈരാഗ്യം പാടില്ല. ക്ഷമിക്കണം, അങ്ങേയറ്റം ക്ഷമിക്കുക. തീരെ പറ്റിയില്ലെങ്കിൽ കേസൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക. അതാണ് എൻ്റെ ഒരു നയം.